ഹായ് എവ്രിവൺ, ഞാൻ ഡോക്ടർ ജാസ്മിൻ, ചീഫ് ഫിസിഷ്യൻ, ഡോക്ടർ ജാസ്മിൻ ഹോമിയോപ്പതി ക്ലിനിക്. ഹെയർ ഫോൾ ഉള്ളവർ ജിം വർക്കൗട്ട് കഴിഞ്ഞ് എന്തെല്ലാം ഹെയർ കെയർ ചെയ്യണം? ഒന്നാമത്തേത്, ജിമ്മിലെ വർക്കൗട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ തലയിലും നെറ്റിയിലുമുള്ള വിയർപ്പ് ടവൽ ഉപയോഗിച്ച് നന്നായി ഡ്രൈ ആക്കുക. അധിക നേരം വിയർപ്പ് തലയിലിരിക്കാൻ അനുവദിക്കാണ്ടിരിക്കുക. ജിമ്മിലെ വർക്കൗട്ട് കഴിഞ്ഞ് സ്ഥിരമായി ഷാമ്പു ഉപയോഗിച്ച് തലമുടി കഴുകേണ്ട കാര്യമില്ല. മറിച്ച് നമ്മുടെ സ്കാൽപ്പിൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ട് ഓയിലി ആണെങ്കിൽ ആഴ്ചയിൽ 3-4 തവണ, ഡ്രൈ ആണ് എങ്കിൽ 1-2 തവണയും, മറിച്ച് നോർമൽ സ്കാൽപ്പാണ് എങ്കിൽ ആഴ്ചയിൽ 2-3 തവണ മാത്രം ഷാമ്പു ചെയ്താൽ മതി. അതിന് പകരം ജിമ്മ് വർക്കൗട്ട് കഴിഞ്ഞ് വന്നിട്ട് സ്ഥിരമായി നമുക്ക് നോർമൽ വാട്ടറോ അല്ലെങ്കിൽ ചെറിയ ചൂടുവെള്ളം ഉപയോഗിച്ച് സ്കാൽപ്പ് നന്നായി കഴുകുക. അങ്ങനെ കഴുകുന്നത് കൊണ്ട് നമ്മുടെ തലയിലുള്ള ഉപ്പുനീരും ഉപ്പുരസവും അതുപോലെ തന്നെ വിയർപ്പും ഡസ്റ്റും എല്ലാം പോവുകയും നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് കുറച്ചും കൂടെ ഒന്ന് ആക്റ്റീവ് ആവുകയും ഹെയർ ഗ്രോത്ത് നമുക്കത് ഇമ്പ്രൂവ് ചെയ്യിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഹെയർ ഫോൾ ഉള്ളവർ ഹെയർ കെയറിനോടൊപ്പം തന്നെ അവരുടെ ആഹാരത്തിൽ പ്രോട്ടീൻ, അയൺ, സിങ്ക്, ബയോട്ടിൻ ഇവ അടങ്ങിയ ആഹാരങ്ങൾ മാക്സിമം ഉൾക്കൊള്ളിക്കുക. ഇതിനോടൊപ്പം തന്നെ വർക്കൗട്ടിന് ശേഷം മാക്സിമം റീഹൈഡ്രേറ്റ് ചെയ്യാൻ മറക്കാണ്ടിരിക്കുക.